ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ലതിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വിനയ നിനക്ക് പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇന്ന് വന്നത് മുതൽ നീ ഞങ്ങളോട് മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വാടാ, കിടക്കാൻ വായോ, ഭക്ഷണം കഴിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ വിനയൻ പറയണേ, ഇല്ലമ്മ ഞാൻ വരുന്നില്ല, അമ്മ പോയി കിടന്നുള്ളൂ. എന്ത് പറ്റിയടാ നിനക്ക്? എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറ എന്നിങ്ങനെ പറയുമ്പോൾ, ഇന്ന് ഞാൻ ചീരുവിനെ ഹോസ്പിറ്റലിൽ വെച്ചു കണ്ടിരുന്നു. എന്നിട്ട് അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മ, അവളെ എന്നോട് സംസാരിച്ച ആ രീതി, നിങ്ങളുടെ അമ്മയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അമ്മയോട് എന്തെങ്കിലും ചീരു പറഞ്ഞിരുന്നോ? എന്നിട്ട് അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. എനിക്കറിയാം അമ്മ, അവൾ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് വരികയുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പായി. എന്തായാലും അവൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ എന്തായാലും പിഴയാണ് അമ്മ. കാരണം ഒരുപാട് വേണ്ടാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ചീരുവിനോട്. അത് ഏത് പെണ്ണിനും ക്ഷമിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ചീരുവും. ചീരുവിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. 2 മക്കൾ പിറന്നതിന് ശേഷം അവരെ ഒന്ന് തൊടുകയോ അച്ഛനെ പെണ്ണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിപ്പറയുകയൊക്കെയല്ലേ ഞാൻ ചെയ്തത്. അത് തെറ്റ് തന്നെയാണ്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ സങ്കടങ്ങൾ ഇങ്ങനെ പറയാനായിട്ടോ. ഇതേ സമയം അങ്ങനെയൊന്നും പറയല്ലടാ, മതി അമ്മ, ജീവിതം മടുത്തു തുടങ്ങി, എല്ലാം കൊണ്ടും മടുത്തു തുടങ്ങി. ഒരു പാപിയായ അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ തെറ്റിനെ ഓർത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. പെൺകുട്ടി എന്ന പേരിൽ ഞാൻ എൻ്റെ മക്കളെ ആർച്ചയും ഭദ്രയും തള്ളിക്കളഞ്ഞത് വളരെ തെറ്റ് തന്നെ. ഇപ്പോഴെനിക്കത് ആലോചിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഞാൻ നേരെ വണ്ണം ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അവരുടെ ചെറുപ്പകാലങ്ങളെല്ലാം മിസ്സായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇനി എൻ്റെ ചീരു എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഇങ്ങനെ ജന്മം മതി, ഞാൻ അവരെ ഓർത്ത് മാത്രം ജീവിക്കുമെന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വിനയ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിൻ്റെ ഭാര്യ എന്താണ് എന്നോട് പറഞ്ഞതെന്നല്ലേ നിനക്കറിയേണ്ടത്. അതിന് ഈ അമ്മ നിന്നോട് പറയാമെന്ന് പറയട്ടെ. അത് കേട്ട ഉടനെ തന്നെ എന്താ അവൾ പറഞ്ഞത്? എന്നെ സ്വീകരിക്കില്ല എന്നല്ല അമ്മ പറഞ്ഞത്. അങ്ങനെയല്ല അവൾ പറഞ്ഞത്. അവളോട് ഞാൻ ചോദിച്ചു, എൻ്റെ മകനെ നീ ഇനി ഒഴിവാക്കുകയാണ്, ഒരിക്കലും നീ എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് വരില്ലേ? ചീരു പഴയ വിനയനല്ല. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പറയുകയല്ല ഞാൻ. സ്വന്തം അമ്മയാണ്, മകൻ്റെ ജീവിതം നന്നായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടില്ല, നീ എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് വരികയോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വാക്ക്, അമ്മേ ഞാൻ ഒരിക്കലും അമ്മയുടെ മകനെ ഉൾക്കൊള്ളാനുള്ള ആ മനഃശക്തി എനിക്ക് വന്നിട്ടില്ല. കാരണം വിനേട്ടൻ എന്നോട് ചെയ്തത് അങ്ങനെയാണ്. വിനേട്ടൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോളെ, നീ ഒരിക്കലും ഇനി വിനയനെ സ്വീകരിക്കില്ല എന്നാണോ? നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, അതുപോലെ ആർച്ചയും ഭദ്രയും, ഇവരുടെ അച്ഛനൊക്കെ കാര്യമെന്ന് പറഞ്ഞാലും വിനയൻ തന്നെയല്ലേ? എൻ്റെ വിനയൻ നെറികെട്ടവൻ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴവൻ്റെ സ്വഭാവം പോലെ ആരുടെയും സ്വഭാവം ഉണ്ടാവില്ല, പത്തരമാറ്റ് സ്വഭാവമായി മാറിയിരിക്കുന്നു. ഇത് ഒരമ്മയായതുകൊണ്ട് പറയുകയല്ല, ഞാൻ എല്ലാ അർത്ഥത്തിൽ അവനെ മനസ്സിലാക്കിയത് കൊണ്ട് പറയാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഒരുപാട് മാറിയിട്ടുണ്ട് മോളെ, അതുകൊണ്ട് തന്നെ നീ അവനെ സ്വീകരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനുള്ള മാനസികാവസ്ഥ എനിക്കായിട്ടില്ല. പക്ഷെ അമ്മക്ക് ഞാനൊരു പ്രതീക്ഷ തരുന്നു. എന്തെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് വേറൊരു പുരുഷനുമായിട്ടല്ല, ഈ വിനേട്ടനുമായി തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളുന്നത് വരെ അമ്മ എന്നോട് പൊറുക്കണം. എൻ്റെ മനസ്സ് ഉൾക്കൊള്ളുന്നത് വരെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോട്ടെ. എൻ്റെ മനസ്സിനെ എല്ലാ അർത്ഥത്തിലും വിനേട്ടൻ നന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയുടെ മകൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അന്ന് അവിടെ നിന്നും ചീരു ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിനയൻ ഒരുപാട് സന്തോഷമാവുകയാണ്. വിനയൻ ചോദിക്കണം, അമ്മ സത്യമാണോ ചീരു അങ്ങനെ പറഞ്ഞോ? ആടമോനെ, അവൾ അങ്ങനെ പറഞ്ഞു. അവൾ ഒരിക്കലും നിന്നെ കൈവിടില്ല. ഈ അമ്മക്ക് ആ പ്രതീക്ഷയുണ്ട്. അവൾ നിൻ്റെ അടുത്തോട്ട് വരും. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ലേ. അതുകൊണ്ട് തന്നെ അവളോട് ചെയ്ത ക്രൂരതകൾ നീ അത്രത്തോളം ഉണ്ടല്ലോ, അതുവരെ നീ ക്ഷമിക്കുക. അത് കഴിഞ്ഞാൽ അവൾ വരുമെന്ന് പറയാനേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിനയന് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ വിനയൻ ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങണിട്ടോ. എന്നാൽ ഈ സമയം രാത്രിയായിട്ടും സച്ചിക്കും സാവിത്രിക്കും ഉറക്കം കിട്ടുന്നില്ല. തൻ്റെ മകൻ്റെ പേര് ഇനിയൊരു കേസ്, ജയില്, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ദുവിൻ്റെ ജീവിതത്തെയും ബാധിക്കും, മറ്റുള്ളവരുടെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് തടയണം, എങ്ങനെയെങ്കിലും തടയണം എന്ന് സച്ചിയോട് സാവിത്രി ആവശ്യപ്പെടണേട്ടാ. അപ്പോൾ സച്ചി പറയണേ, നിൻ്റെ മകൻ എടുത്തുചാട്ടം എന്തൊരു കൂടുതലാണ്. അവിടെ തന്നെ സാവിത്രി പറയണേ, എൻ്റെ മകൻ ഒരുപാട്
തവണ പറഞ്ഞു. ഇപ്പോൾ ഒരു വിവാഹ നിശ്ചയമോ ഒന്നും വേണ്ടെന്ന്. പിന്നെ എന്തിനാണ് സച്ചിയേട്ട നിങ്ങളല്ലേ ഈ പറയുന്ന മഞ്ചാടി എന്ന അഹങ്കാരിയുടെ മുന്നിലോട്ട് നമ്മുടെ മകനെ ഇട്ടുകൊടുത്തത്, വീണ്ടും വീണ്ടും അവനുമായി അടുത്തത്. അവൻ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു. അപ്പോൾ എന്തു പറയുന്നത് ശരിയാണ്, ഏട്ടൻ ഒരു കാലത്ത് മഞ്ചാടിയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷേ മഞ്ചാടിയുടെ പ്രവൃത്തിയും നീക്കുപോക്കും ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഏട്ടൻ തന്നെ ഒഴിവാക്കുമ്പോൾ അച്ഛനല്ലേ വീണ്ടും അവനെ ഈ പറയുന്ന മഞ്ചാടിയെ ഏട്ടൻ്റെ മുന്നിലോട്ട് വീണ്ടും ഒരു വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എത്ര ആയാലും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് മറ്റൊരുത്തനുമായി, അതും ബെഡ്റൂം വരെ എത്തിച്ച ഒരു പെണ്ണും ഒരു ചെറുക്കനുമായി ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടാൽ ഏട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുള്ളൂ. അത് ആരാണെങ്കിലും പ്രതികരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് സാവിത്രി പറയണേ എന്തായാലും ഈ പ്രശ്നം ഒരു വലിയ വിവാദമാക്കാതെ നമുക്ക് നാളെ തന്നെ ചെന്നിട്ട് മാഷിനോട് കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ സാവിത്രിയും ഇന്ദുവൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം മാഷിൻ്റെ അരികിലോട്ട് പിറ്റേ ദിവസം രാവിലെ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ മാഷില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മഞ്ചാടിയും ദാസുമാണ് ഉള്ളത്. അങ്ങനെ മഞ്ചാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു വരുമ്പോൾ തന്നെ മഞ്ചാടിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗോകുലിൻ്റെ അച്ഛനെയും അമ്മയും കാണുമ്പോൾ സച്ചയും സാവിത്രിയും കാണുമ്പോൾ തന്നെ മുഖം തിരിക്കുന്നുണ്ട്. അപ്പോൾ സാവിത്രി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിവാഹക്കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇനി അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വിവാഹം പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി മുഖത്തടിച്ച് പറയണേ, എനിക്ക് ഇഷ്ടമല്ല ഗോകുലുമായുള്ള ഒരു വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല, ഉള്ളത് പറയാലോ, എനിക്ക് ഗോകുലുമായി മുന്നോട്ടൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചി ആകെ ഞെട്ടിപ്പോവാണ്. സച്ചി പറയണേ, നിനക്ക് വേണ്ടിയാണ് എൻ്റെ മകൻ ആ ജീവൻരാജ് എന്ന് പറയുന്ന ആ പയ്യൻ നിന്നെ ബെഡ്റൂം വരെ എത്തിച്ചിട്ട് അവിടെ രക്ഷകനായി എൻ്റെ മകനാണ് എത്തിയത്. എന്നിട്ടും നീ എൻ്റെ മകനെ എന്തുകൊണ്ട് പുറംകാല് കൊണ്ട് തട്ടുന്നത്, അവനുമായി ഇന്നും കൂട്ടുപിടിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ ജീവരാജ് എന്ന് പറയുന്ന പയ്യന് അവന് സ്റ്റാറ്റസ് ഉണ്ട്, അവന് അന്തസ്സുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങളുടെ മകന് എന്ത് പേരാണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായി സംസാരിക്കും. സച്ചിക്കത് താങ്ങില്ല കേട്ടോ. അങ്ങനെ സച്ചി ദാസിനോട് പറയണേ, എന്നാലും അനന്തമാഷിൻ്റെ മക്കളിൽ ഇവളെ പോലെ ഇങ്ങനെയൊരു സ്വഭാവമുള്ള ഒരു കുട്ടി ഞാൻ ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. മാഷി എല്ലാവർക്കും നല്ല വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. മാഷിൻ്റെ മക്കളെ കിട്ടാൻ പലവരും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾ എന്ന് പറയുന്നവർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സച്ചി അവിടെ നിന്ന് ഇറങ്ങാനായിട്ടാ. എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ ചിരി വന്നിട്ട് പറയണേ, എടി നീ എന്താണ് ഈ പറഞ്ഞത്, ആരുടെ മുഖത്തടിച്ചിട്ട് അടി നീ വാക്കുകൾ പറഞ്ഞ്, നമ്മുടെ അച്ഛൻ കൊടുത്ത വാക്കാണ് നിന്നെ ഗോകുലിനെ കല്യാണം കഴിക്കാൻ. അച്ഛൻ അങ്ങനെ പല വാക്കുകളും കൊടുത്തേക്കാം. അച്ഛൻ കൊടുത്ത വാക്കും ഈ പറയുന്ന അനുചേച്ചിക്ക് കൊടുത്ത വാക്കും എല്ലാം കൂടി ആണല്ലോ നിങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞത്. അതുപോലെ ഒരു ജീവിതം എൻ്റെയും തൊലയണമെന്നാണോ? ഞാനാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്. ഞാനാണ് എനിക്കിഷ്ടപ്പെട്ട വിവാഹം ഏത് വേണം ഏത് വേണ്ടെന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ അച്ഛനല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുമ്പോൾ ദാസ് പോലും ആകെ അമ്പരന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ചീരു വിനയനൊപ്പം പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സീൻ ഇനി വരാനിരിക്കുന്നുണ്ട്. ചീരു വിനയൻ്റെ കൂടെ വിനയനുമായി ജീവിക്കാം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത് ചീരു പോകുന്ന ആ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി മാഷിൻ്റെ മക്കളിൽ ഒരാളെ നേരാവുമ്പോൾ ഒരാളെ കൊണ്ട് ഇനി കരയുന്ന നാളുകളാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇനി ആ അനുപമ തീരുമാനം എടുക്കുകയാണ്, ജീവിതമേ വേണ്ടെന്നുള്ള ആ ഒരു തീരുമാനം, ഇന്ദ്രനുമായിട്ടുള്ള ജീവിതമേ വേണ്ടെന്നുള്ള തീരുമാനമാകുമ്പോഴെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇനി ചിരി പോകുന്നത് കേട്ടോ. കാരണം ഈ വിനയൻ്റെ കയ്യിലുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് വിനയനിലോട്ട് എത്തിയിട്ടില്ല. വിനയനിലോട്ട് ഈ ഒരു കഥകൾ എത്തുമ്പോഴാണ് മാഷിന് മുന്നിൽ ഈ അനുപമയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന ആ വീഡിയോ എത്തുമ്പോൾ ഇന്ദ്രൻ പോലും ഞെട്ടിപ്പോകുന്നു. പക്ഷെ അപ്പോഴേക്കും അനുപമ ഇനി ഇങ്ങനെ ഒരു ഭർത്താവിനെ തനിക്കുള്ളതിനേക്കാൾ നല്ലത് ഇല്ലാതിരിക്കുക തന്നെയാണ്. ഏത് സമയത്തും നിറം മാറുന്ന ഓന്തിനെ പോലെയുള്ള തനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കും. ശരിക്കും ഇതിൻ്റെ റീമേക്കിൽ ഈ പറയുന്ന അനുപമ ഇനി ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാം കേട്ടോ. ഇവിടെ എങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റീമേക്ക് ഒരുപാട് ഭാഷകളിലുള്ളത് കൊണ്ട് തന്നെ ഏതിലെ കഥകളാണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴാണ് എടുത്ത് പറയാൻ കഴിയുള്ളൂ കേട്ടോ.